ടിനി ടോമിൻ്റെയും അതോടെ തന്നെ അൻസിബയുടെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നീന കുറുപ്പും ഉണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര മോശമുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ച് ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു, അങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് കണക്കുണ്ടെങ്കിൽ അൻസിബ പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ പരാതി കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായിരുന്നാലും അത് നന്നായി, നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടെങ്കിൽ അമ്മ ടീംസൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ശ്വേതാ മേനോനൊക്കെ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര വലിയ സംഭവമൊന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നീന കുറുപ്പ് അങ്ങനെ കുറേ പേര് ഇത് കണക്ക് കാര്യങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ടിനി ടോമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ടിനി ടോമിന് എന്തും പറയാം, ആൾക്കാരൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ തനിക്ക് എന്ത് രീതി വേണമെങ്കിലും സംസാരിക്കുക എന്നുള്ളൊരു വിചാരമുണ്ട്. അതാണ് ഇത്രയും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, അമ്മ ടീംസിൽ നിന്ന് അധികം സപ്പോർട്ടൊന്നും ഇതുവരെ അൻസിബിക്കോ ആൾക്കാർക്കൊന്നും അധികം കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ഇപ്പോൾ പരാതി കൊടുക്കാൻ പോകുന്നുള്ളൊരു കാര്യമാണ് വെളി വന്നിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഇനിയുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക എന്നുള്ളതിന് മെയിൻ ഒരു കാരണം ഇങ്ങനത്തുള്ള കാര്യം ചെയ്യുമ്പോഴായിരിക്കും.